ഡാമിന്റെ ശരിക്കുള്ള അവസ്ഥ ഇപ്പം എന്താണ്? അത് വീക്കല്ലേ? ആൾക്കാർ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ആരും തന്നെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന്? പഴയ കാലമൊന്നും അല്ലല്ലോ. ഇപ്പം ചൂരൽമല ലാൻഡ് സ്ലൈഡിങ്, മുണ്ടക്കൈ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറേ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ചൂരൽമലയിലൊക്കെ സംഭവിച്ചത് ക്ലൗഡ് ബേസ്റ്റിംഗ് ആണെന്നാണ്. അതിന് ചില സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഒരു തൂണ് പോലെ മേഘം രൂപപ്പെടുകയും കാർമേഘങ്ങൾ രൂപപ്പെടുകയും പെട്ടെന്ന് ആ തൂണ് താഴേക്ക് പതിച്ച് ജലമായി പതിക്കുകയും ചെയ്ത് വലിയ പ്രശ്നമുണ്ടായി എന്നാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ് ബേസ്റ്റിംഗ് എന്ന് ചില ശാസ്ത്രജ്ഞന്മാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് വയനാട്ടിൽ സംഭവിച്ചത് വയനാട്ടിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കൈയെല്ലാം തെറിച്ച് 5 കിലോമീറ്റർ അകലത്തേക്ക് പോകണമെങ്കിൽ എത്ര ഫോഴ്സ് ആയിരിക്കണം? അത് നമ്മൾ ആലോചിക്കണ്ടേ. അത് വേണമെങ്കിൽ അതേ ക്ലൗഡ് ബേസ്റ്റിംഗ് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിലും സംഭവിക്കാം. പിന്നെ 130 വർഷം പഴക്കമെന്ന് പറയണത് ചെറിയ പഴക്കമാണോ? അത് ഈ ഡാമിന് ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാവരും ഡാം ഒരു ജഡ്ജടക്കം പറഞ്ഞില്ലേ ഈ ഡാം അടുത്ത 1000 കൊല്ലത്തേക്ക് കുഴപ്പമില്ലാന്ന്. പിന്നെ എന്തിനാണ് റിപ്പയർ ചെയ്യുന്നത്? റിപ്പയർ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം കേടാണെന്നാണ്. കേടില്ലെങ്കിൽ റിപ്പയറിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് എന്ന് തൊട്ട് റിപ്പയർ ചെയ്യാൻ 1964 മുതൽ റിപ്പയർ ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ റിപ്പയറിങ് ഈസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. ഡാം കൺസ്ട്രക്ട് ചെയ്ത് വെള്ളം നിറച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വെള്ളത്തിലെ കൊണ്ടുപോയി എന്തോന്ന് റിപ്പയറിങ് ചെയ്യാൻ പറ്റുന്നു? അവിടെ ഒരു ഫ്ലോലെസ് റിപ്പയറിങ് ടെക്നോളജി ഇല്ല. പിന്നെ റിപ്പയർ ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കേബിൾ ആങ്കറിങ് ചെയ്യുന്നുണ്ട്, ക്യാപ്പിംഗ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്ററിങ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും പിന്നെ ഒരു സൈഡ് വാൾ പണിത് വെച്ചിട്ടുണ്ട്. മോണോലിത്തിക്കായിട്ട് വരുമെന്നാണ് പറയുന്നത്. എങ്ങനെ വരും? സൈഡ് വാൾ പണിതിരിക്കുന്നത് കോൺക്രീറ്റ് സ്ട്രക്ചറാണ്, M30 കോൺക്രീറ്റ്. പഴയ സ്ട്രക്ചർ M5 കോൺക്രീറ്റ്. എങ്ങനെ മോണോലിത്തിക് സ്ട്രക്ചർ ആവും? ഒറ്റ സ്ട്രക്ചർ ആവുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ റിപ്പയറിങ് വർക്ക് ഒന്നാമത് കേടായതുകൊണ്ടാണ് ഇത് റിപ്പയർ ചെയ്യുന്നത്. ആ റിപ്പയറിങ് ഒരു ന്യൂനതയില്ലാത്ത ഒരു ഫ്ലോലെസ് റിപ്പയറിങ് ടെക്നോളജി ഇന്ന് ലോകത്തില്ല.